ഞാനേ രസകരമായിട്ടുള്ളൊരു കഥ പറഞ്ഞുതരാം കേട്ടോ എന്ന്. ഈ കഥ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക, നിങ്ങൾ ഇനി മുതൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. അല്ലെങ്കിൽ നമ്മളോട് ദൈവം ചോദിക്കും. ഇനി കഥയിലേക്ക് വരാം. ഞാൻ ഈ കഥ പറയുമ്പോൾ എന്തായാലും ഈ കഥാപാത്രത്തിന് ഒരു പേര് വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ കഥാപാത്രത്തിന് രമേശ് എന്ന് പേരിടാം. ഈ രമേശ് എന്ന് പേരിടാനുള്ള കാരണം എന്താണെന്ന് പറയാം. നിങ്ങൾ മൊത്തത്തിലൊന്ന് എടുത്തു നോക്കിയാൽ നിഷ്കളങ്കരായ മനുഷ്യന്മാരിൽ ഒരു രമേശെങ്കിലും ഉണ്ടാവും. ഈ നിഷ്കളങ്കരായ ആളുകളിൽ രമേശ് എന്നുള്ള പേരുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ കഥാപാത്രത്തിന് രമേശ് എന്നുള്ള പേരിടുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. നമ്മൾ രമേശൻ ഭൂമിയിൽ കുറേ കാലം ജീവിച്ചു. അങ്ങനെ രമേശൻ ഒരിക്കൽ മരിച്ചിട്ട് രമേശൻ മുകളിലെത്തിയപ്പോൾ രമേശനെ കാത്തിട്ട് ദൈവം നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തിനെ കണ്ടിട്ട് രമേശന് ആകെ സന്തോഷമായി. രമേശൻ തൊഴുത് ദൈവത്തെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പിന്നിൽ ഒരു സൈഡിൽ നരകത്തിൻ്റെ ഒരു കവാടം, ഒരു സൈഡിൽ സ്വർഗത്തിൻ്റെ ഒരു കവാടം കണ്ടു. അപ്പോൾ രമേശ് ഉറപ്പിച്ചു, എന്നെ ദൈവം കാത്തു നിൽക്കുന്നത് എന്നെ ആനയിച്ച് സ്വർഗലോകത്തിലേക്ക് കൊണ്ടുപോകാനാണെന്നുണ്ട് രമേശ് വിചാരിച്ചു. അങ്ങനെ രമേശൻ വന്ന് നിന്നപ്പോൾ ദൈവം ഒരു ചോദ്യം ചോദിച്ചു. രമേശ, നീ ഈ ഭൂമിയിൽ ഇത്രയും കാലം എന്ത് ചെയ്യായിരുന്നു? അപ്പം രമേശൻ പറഞ്ഞു, ഒന്നും പറയുന്നത് എൻ്റെ ദൈവം, ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ കുടുംബത്തെ നന്നായിട്ട് നോക്കി. ഭാര്യനെയൊക്കെ ഞാൻ നന്നായി നോക്കി, കുട്ടികളൊക്കെ നല്ല സ്ഥിതിയിലായി, നല്ല ജോലി കിട്ടി, അവർ സെറ്റിലാണ്, കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി. ഞാനും ഒരു അപ്പൂപ്പനൊക്കെ ആയിട്ടാണ് സന്തോഷമായിട്ടാണ് ഞാൻ ദൈവമേ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന് ഇത് കേട്ടപ്പോൾ ചിരി വന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ രമേശ, ഈ ഭൂമിയിൽ ഇത്രയും സുഖസൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നീ എന്തപ്പോൾ അവിടെ ചെയ്തു? ഞാൻ എന്ത് ചെയ്യാനാണ് എൻ്റെ ദൈവം? ഞാനൊന്നും ചെയ്തിട്ടില്ല. പണിയെടുത്തിട്ട് എൻ്റെ നടുവൊടിഞ്ഞു എന്നല്ലാതെ ഒരു കാര്യമില്ല, ഒന്നും അനുഭവിച്ചിട്ടില്ല. കുറേ പണിയെടുത്തു, കുടുംബത്തെ നോക്കി, കുട്ടികളെ നോക്കി, അവരെയൊക്കെ ഒരു സ്ഥിതിയിലാക്കി. അവസാനം ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ദൈവം പറഞ്ഞു, നീ ഇനിയും അനുഭവിക്കാൻ കിടക്കണുള്ളൂ മോനെ. ഞാൻ ഈ ഭൂമിയിൽ ഇത്രയും സുഖസൗകര്യങ്ങൾ, അതും മനുഷ്യരായി ജനിച്ചിട്ടുള്ള നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി തന്നിട്ട് നിനക്ക് ഒന്നുപോലും അതിൽ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നീയൊന്നും ഭൂമിയിൽ ജനിക്കാനേ പാടില്ലായിരുന്നു. അതുകൊണ്ട് നിനക്കൊക്കെ പറ്റിയ സ്ഥലം ഇതാണ്, ഈ നരകം തന്നെയാണ്. നരകത്തിൻ്റെ കവാടം മലർക്കി അങ്ങോട്ട് തുറന്നു, കഴുത്ത് പിടിച്ച് ദൈവ രമേശനെ അതിൽ വിളിക്കാതെ. നിങ്ങൾക്ക് ഇതിന് എന്താ മനസ്സിലായത്? നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മൾ ഈ പണിയെടുത്ത് കഷ്ടപ്പെട്ട് എന്തൊക്കെയോ നേടാൻ വേണ്ടി ജീവിച്ചാൽ മാത്രം പോരാ. നമ്മൾ നാളെ മരിക്കും. പിന്നെ ആരാണ് ഈ ഭൂമിയിൽ നമ്മൾ ഓർക്കുന്നത്? പിന്നെ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ തലമുറ, അടുത്ത തലമുറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകണം, കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും ചിന്തിക്കുക, നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങളൊരു ചിന്ത എന്ത് ചെയ്യുമ്പോഴും വേണം, നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. നമുക്ക് സന്തോഷം കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് വന്നാലും ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസം, ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം കാണാൻ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അതെങ്കിലും കണ്ടുവരിക. കൊല്ലത്തിലൊരു 10 ദിവസമെങ്കിലും അതിനു വേണ്ടി മാറ്റിവെക്കുക. ആ കിട്ടുന്ന സന്തോഷമൊന്നും എവിടെയും കിട്ടില്ല. എന്തെങ്കിലും ഒരു ആസ്വദിക്കാൻ നമുക്ക് പറ്റണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഭൂമിയിൽ ദൈവം ഇതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം ഇതൊന്നും അനുഭവിക്കാതെ നേരെ ചത്ത് മലർച്ചിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ദൈവം കഴുത്തിനെ പിടിച്ച് നേരെ നരകത്തെ കൊണ്ടുപോകും. ഇതിലെ കാതലായിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ കൊണ്ടെടുക്കുക. നിങ്ങളും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക.